എടാ ഷിൻജാനെ, ഞാൻ രാവിലെ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റിന് പോകണടാ. ഫ്രാങ്കിലെണ്ണ പാസ്സാവോ? ഞാനല്ലാതെ പിന്നാര് പാസ്സാവാനാ? ഫ്രാങ്കിലെണ്ണ അപ്പൊ ജയിച്ച് പാസ്സായിട്ട് വാ. ആടാ ഷിൻജാനെ, ഞാൻ പാസ്സായി വരാം. അയ്യോ ഗൈസ്, നമ്മുടെ ഷിൻജാൻ രാവിലെ തന്നെ നമ്മൾക്ക് മോട്ടിവേഷനൊക്കെ തന്ന് സെറ്റായിട്ടാണ് ഗൈസ് പോണത്. അപ്പം നമ്മുടെ പോർഷ എടുത്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് കത്തിച്ച് വിടാൻ പോണാണ് ഗൈസ്. വേലക്കാരൻ വന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇരിക്കാനാണ് ഗൈസ്. അപ്പം ഞാൻ കത്തിച്ച് പറപ്പിച്ച് പൊളിപ്പാച്ച് ബംബ്ലോസ്കി ആയിട്ട് പോലീസായിട്ട് അടിക്കും ഗൈസ്. ഞാൻ തിരിച്ചു വരാൻ പോണത് ഗൈസ്. നമ്മൾ വെറും പോലീസല്ല ഗൈസ് ആകാൻ പോണത്, അണ്ടർ കവർ പോലീസാണ്. നമ്മൾ ഏകദേശം നമ്മുടെ പോലീസ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ഗൈസ്. ഇതിൽ നമുക്ക് പോലീസിൽ എന്തൊക്കെ ടെസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ പോലീസ് സ്റ്റേഷനിലോട്ട് പോണത്. യോ, നമ്മുടെ പോർഷ കറക്റ്റായിട്ട് ഡ്രിഫ്റ്റായി വന്നു ഗൈസ്. കണ്ട ഗൈസ്, നമ്മൾ സീനാണ്. നമ്മുടെ ഡ്രൈവിങ് സ്കില്ലൊക്കെ കൊണ്ട് നമുക്ക് ഏത് വണ്ടിയായിരിക്കും തന്നെയെന്നൊന്നും പറയാൻ പറ്റില്ല. പോലീസ് ചേട്ടാ, ഞാൻ എത്തി. എടാ ഫ്രാങ്കിലിന്, നീ പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. എടാ ഫ്രാങ്കിലിന്, നിനക്ക് ഫസ്റ്റ് തന്നെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ലോങ് ജമ്പാണ്. നീ ഈ ഫസ്റ്റത്തെ പ്രിസൺ കണ്ട ആ പ്രിസണിന്ന് ആ ബെഞ്ചിലോട്ട് ചേർന്നു. ആ പോലീസ് ചേട്ടാ, ഞാൻ എന്താ ഇപ്പം തന്നെ ചാടാം. യോ ഗൈസ്, നമ്മുടെ പോലീസ് ചേട്ടൻ്റെ ആ പ്രിസണിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് ബെഞ്ചിലോട്ട് ചാടാനാണ് പറഞ്ഞത്. പോലീസ് ചേട്ടാ, ഞാൻ ചെയ്ത്. ഓക്കേടാ ഫ്രാങ്കിലിന്, നീ ഫസ്റ്റത്തെ ടെസ്റ്റ് പാസ്സായി. സെക്കൻഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നീ ഈ പോലീസ് സ്റ്റേഷൻ ചുറ്റിനും അവിടെ നിന്ന് കറങ്ങി വരും. ഓക്കെ, സെറ്റല്ലേ ഇടാ ഫ്രാങ്കിലിന്? ആ പോലീസ് ചേട്ടാ സെറ്റ്. ഞാനിപ്പോൾ ടൈമർ തുടങ്ങാം. ടിക് ടിക് 1 ഗൈസ്. അപ്പോൾ നമ്മുടെ ടൈമർ ഉണ്ടിട്ടുണ്ട് ഗൈസ്. ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 9. യോ ഗൈസ്, നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഓടി ഇവിടെ എത്തി. ടിക് ടിക് 10 ടിക് ടിക് 11. പോലീസ് ചേട്ടാ, ഞാൻ 11 സെക്കൻഡിലെത്തി. ഓ ഫ്രാങ്കിലെ, നിൻ്റെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തടേ. ഇനി ഞാനൊരു സാധനത്തേക്കിട്ട് നിൻ്റെ അളവൊന്ന് കാണിച്ചു ബോഡി. ഓക്കെ, നിനക്ക് 169 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നീ പോലീസിൻ്റെ ഹൈറ്റ് പാസ്. നിൻ്റെ ചെസ്റ്റ് അളവൊന്ന് ചെക്ക് ചെയ്തിട്ടെ. ഓ, നിനക്ക് 81 സെൻറ്റിമീറ്റർ ആണല്ലോ ചെസ്റ്റ് അളവ്. നീ ഒന്ന് ചെസ്റ്റ് അളവൊന്ന് പുഷപ്പ് ചെയ്തൊന്ന് വലുതാക്കിയേ. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ പുള്ളപ്പ് ചെയ്ത് വലുതാക്കാം. യോ ഗൈസ്, നമുക്കിപ്പോൾ തന്നെ പുഷപ്പ് അങ്ങോട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ 2 പുള്ളപ്പ് എടുത്തിട്ടുണ്ട്. പോലീസായിട്ട് ഞാൻ വലുതാക്കി. ഇവിടെ ഫ്രാങ്കിലെ നിൻ്റെ വലുതായിട്ടുണ്ടോ? അപ്പോൾ നീ ആ ഡോക്ടർ ബാലു ദേ അവിടെ ഇരിപ്പുണ്ട് പോലീസ് യൂണിഫോമിൽ. നീ ബാലു വൈദ്യരുടെ അടുത്തൊന്ന് ചോദിക്കും. പോലീസ് ചേട്ടാ, ബാലു വൈദ്യർ എവിടെയാണ്? ഈ മുറിയിലുണ്ടോ? യോ ഗൈസ്, അപ്പം ഞാനാണെങ്കിൽ മുറിയിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്രാങ്കിലിന് ഇങ്ങോട്ട് വന്നേ. എന്താ പോലീസ് ചേട്ടാ? ഇത് നീ ഡോക്ടർ എനിക്ക് റിപ്പോർട്ട് അയച്ചു തന്നു. നീ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരു പൊളപ്പൻ അണ്ടർ കവർ പോലീസ് ഏജൻ്റാണ്. അപ്പോൾ നീ പോലീസിൻ്റെ ഇതിൽ പാസ്സായിട്ടുണ്ട്. നിനക്ക് പോലീസായിട്ട് വണ്ടിയൊക്കെ തരും. അത് നിനക്ക് പിറ്റേ ദിവസമായിരിക്കും തന്നത്. വീട്ടിലോട്ട് ഒരു പോലീസ് ഓഫീസർ കൊണ്ടുവന്ന് തരും. ഓക്കെ സാർ, സല്യൂട്ട്. അപ്പോൾ ബൈ പോലീസ് ചേട്ടാ. യോ ഗായ്സ്, അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് പാസ്സായി സെറ്റായി പൊളപ്പാച്ച് ബംബ്ലോസ്കി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ കത്തിച്ച് പറയാം ഗൈസ് ഷിൻജാൻ്റെ അടുത്ത്. അയ്യോ, നമ്മൾ പാസ്സായെന്ന് നമുക്ക് ഷിൻജാൻ്റെ അടുത്ത് പറയണ്ടേ ഗായ്സ്? യെസ് ഗായ്സ്, ഞാൻ ഇന്ന് പറയും. ഫ്രാങ്ക്ലിൻ ഈസ് ദ പോലീസ്. ഇനി വെറും ഫ്രാങ്ക്ലിനല്ല, പോലീസ് ഫ്രാങ്ക്ലിനാണ്. യോ ഗായ്സ്, ഷിൻജാൻ വരുമ്പോൾ തന്നെ എന്തായിരിക്കും പറയണതെന്നറിയില്ല. ഇതാണെങ്കിൽ നമ്മുടെ പോർഷെ വെച്ച് നമുക്ക് ഇങ്ങോട്ട് നിർത്തിയേക്കാം. അപ്പം ഗായ്സ്, ഞാനാണെങ്കിൽ പോർഷെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അറ്റത്തോട്ട് കയറ്റിയാണ് ഗായ്സ് ഈ പോർഷെ പാർക്ക് ചെയ്യണത്. ഇതാകുമ്പോൾ സുഖമായിട്ട് നമുക്ക് വണ്ടി വന്നാൽ എടുക്കാം. എടാ ഷിൻജാനെ, നല്ല സന്തോഷ വാർത്ത ഉണ്ടറാ. ഫ്രാങ്ക്ലിനെണ്ണ എത്തിയ. എടാ ഷിൻജാനെ, സന്തോഷ വാർത്തയുണ്ട്. എടാ, ഞാൻ പാസ്സായടാ. ഫ്രാങ്ക്ലിനെണ്ണ പാസ്സായ. യോ ഗായ്സ്, പാസ്സായി ഗായ്സ്. എടാ ഷിൻജാനെ, നാളെ പോലീസ് ചേട്ടൻ വണ്ടിയും കൊണ്ട് വരുവാടാ.
വാടാ നമുക്ക് നമ്മുടെ മുറി ചെന്ന് കിടന്നുറങ്ങാം. ആ ഫ്രാങ്കിലണ്ണ യോ ഗായ്സ്, അങ്ങനെ നമ്മ വൈകുന്നേരമായിട്ടുണ്ട്, നമുക്ക് കിടന്നങ്ങോട്ട് ഉറങ്ങാം ഗായ്സ്. അങ്ങനെ രാവിലെ ആയി, പല്ലേക്കട്ടെ ഗായ്സ്. യോ ഗായ്സ്, നമുക്കിനി പല്ലേക്കാം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ പല്ലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ തന്നെ വിളിക്കാം. ടും ടും. പോലീസിട്ട് വന്ന് ഇവിടെ ഫ്രാങ്കിലിന് ഇതേ നിന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഇന്ന് ചാബി ക്യാച്ച് പിടിച്ചു. യോ ഗായ്സ്, നമുക്ക് വണ്ടിൻ്റെ ചാബി ഇട്ടിട്ടുണ്ട് ഗായ്സ്. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വണ്ടിയാണ് ഗായ്സ്. ഇത് പുതിയ മോഡല് ഹ്യുണ്ടായിൻ്റെ വെന്യൂ ആണ് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഞാൻ വിചാരിച്ചു ഗൈസ് വല്ല GTR കിട്ടും, എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അകത്തോട്ട് കയറ്റി ഇടാം. അപ്പോൾ ഗൈസ് നമുക്ക് വെന്യൂ കാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്, പോലീസിൽ ചേർന്നുകൊണ്ട്. വെന്യൂ കാറായിരിക്കും ഗൈസ് ഇനി നമ്മുടെ എസ്കോട്ട് വണ്ടി ഗൈസ്. പക്ഷേ ഈ വെന്യൂ ഞാൻ ഉപയോഗിക്കില്ലല്ലോ, വെന്യൂ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ പുതിയ വണ്ടി എടുക്കും. പോലീസ് ചേട്ടാ താങ്ക്സ്. ഇവിടെ ഫ്രാങ്കിലിന് ഇവിടെ ഇത്ര ആൾക്കാരുണ്ട്. ഇവിടെ 2 പേരുള്ളൂ പോലീസ് ചേട്ടാ. എടാ ഷിൻജാനെ എന്താ ഫ്രാങ്കിലണ്ണ? എടാ നിന്നെ അടിയിൽ പോലീസ് ചേട്ടൻ വിളിക്കണേ. എടാ ഷിൻജാനെ പെട്ടെന്ന് വാ. ഇവിടെ ഷിൻജാൻ മോനെ, നിനക്ക് കുട്ടി പോലീസാകാൻ താല്പര്യമുണ്ടോ? ഇവിടെ പിള്ളേരെ പോലീസിലെടുക്കണ്ട, അത്യാവശ്യമായിട്ട് പിള്ളേരായിട്ടുള്ള ഏജൻസിൻ്റെ ആവശ്യമുണ്ട്. ഓ എനിക്ക് ചേരാൻ താല്പര്യമുണ്ട് ഫ്രാങ്കിലണ്ണ, എന്നെ ചേർക്കോ? പോലീസ് ചേട്ടാ ഷിൻജാന് ചേരാൻ താല്പര്യമുണ്ട്, അതിൽ പിള്ളേരുടെ ലിസ്റ്റിൽ ഷിൻജാനെ ചേർത്തോ? ഓക്കേടാ ഫ്രാങ്കിലിന്, ബൈ. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ഗുഡ് ബൈ.